പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വന്നത്. പിതൃശൂന്യത കാണിക്കുക എന്ന് പറയുന്നതിന്റെ പച്ച മലയാളം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇതാണ്. ഇന്നലെ രാവിലെ ശിവഗിരി മഠത്തില് ലോകം മുഴുവൻ ആരാധനയോടെ കാണുന്ന സന്യാസി സമൂഹം താമസിക്കുന്ന ശിവഗിരി മഠത്തിന്റെ ഓഫീസിലേക്ക് വിജീഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി കോൾ ചെയ്തു. ആ റിസപ്ഷനിൽ ഒരു പെങ്കൊച്ചാണ് ഇരുന്നത്. അപ്പൊ ആ പെൺകുട്ടി ഫോൺ എടുത്തപ്പോഴത്തേന് അവൻ പിന്നെ പറയുന്നത് മുഴുവൻ അസഭ്യ വാക്കുകളാണ്. നമുക്കാർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അത്രയ്ക്ക് മോശമായ ഒരു സ്ത്രീകളോട് പറയാൻ പറ്റൂലാത്ത രീതിയിലുള്ള വാക്കുകളാണ് അവന്റെ വായിൽ നിന്ന് വന്നത്. അവന് കോട്ടയം ജില്ലയിലാണ് താമസിച്ചിരുന്നെങ്കിൽ ഇദ്ദേഹം കണ്ണൂരുകാരനാണ്. ഞാൻ അതിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം ഇവിടെ കൊടുക്കാം. നമുക്ക് ആദ്യം ഇവന്റെ ഫോട്ടോ ഒന്ന് കാണാം. കണ്ടല്ലോ, ഈ വ്യക്തിയാണ് ശിവഗിരി മഠത്തിന്റെ ഓഫീസിലേക്ക് വിളിച്ച് ഒരു പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറുന്നതിലപ്പുറം അശ്ലീലമായ പല വാക്കുകളും, ആ തെറി വിളിച്ചെന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂലാത്ത രീതിയിലുള്ള തെറിയാണ് ആ കുട്ടിയെ വിളിച്ചത്. അതും ഇതുപോലെ ഒരു സ്ഥാപനത്തിലേക്ക് വിളിച്ചു പറഞ്ഞ് അവനെ എന്ത് ചെയ്യണം? കോട്ടയം ജില്ലയിലാണെങ്കിൽ അവൻ പിറ്റേ ദിവസം ഫോൺ പിടിക്കാൻ അവന്റെ കൈ പോലും പൊങ്ങത്തില്ല. അപ്പൊ ഇത് കണ്ണൂരുകാരനാണ്. അപ്പൊ കണ്ണൂരുള്ള കുട്ടികൾ അത് കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഇവൻ വിളിച്ച ഒന്ന് ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം. ഞാൻ അതിന്റെ അകത്ത് ഒത്തിരി ഭാഗങ്ങൾ കട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം അതൊന്നും നിങ്ങൾക്ക് നമുക്ക് ഓപ്പൺ ആയിട്ട്. ഹലോ, നമസ്തേ ശിവഗിരി മഠം. എന്തോ നമസ്തേ ശിവഗിരി മഠമാണ്, പറഞ്ഞോളൂ. ശവഗിരി മഠം ശവഗിരി അവന്റെ അമ്മയുടെ മഠം പൂറി മക്കള് ഈഴവ പൊലയാടി മക്കളെ. ഹലോ, നിങ്ങൾ കേട്ട ഈ വോയിസ് ക്ലിപ്പിന്റെ അകത്തുള്ള ഒന്നും കേൾക്കാൻ കൊള്ളുകയില്ലാത്തതാണ്. അതുപോലെ തെറിയാണ് ഇവൻ പറയുന്നത്. അപ്പൊ ഒരു പെൺകുട്ടിയോടല്ലേ ഇവൻ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവന്റെ അഡ്രസ്സ് നിങ്ങളൊന്ന് കാണുക. വിജീഷ് കുമാർ പി, പരത്തിവീട്, ചെറുതാഴം, കോവൽക്കളരി, മുണ്ടൂർ PO, കടന്നപ്പള്ളി, കണ്ണൂർ. ഫോൺ നമ്പർ 9446800501 7356720501. അപ്പം ഇനി ആടെ ഫോട്ടോയും കൂടെ നമുക്ക് ഒന്നുകൂടെ കാണാം. ഇവനാണ് വിജീഷ്. ഇവൻ്റെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന വിജീഷ് നമ്പൂതിരി എന്നൊക്കെയാണ് ഇവൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവൻ നമ്പൂതിരി ഒന്നുമല്ല, ഇവൻ ഭൂലോക ഫ്രോഡാണ്. ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. അപ്പൊ അതിനുശേഷം നമുക്ക് ഇവന്റെ ഡീറ്റെയിൽ കിട്ടാനും ഇവന്റെ ഫോട്ടോ കിട്ടാനും അതുപോലെ ഇവന്റെ വോയിസ് ക്ലിപ്പ് കിട്ടാനും എല്ലാം താമസം വന്നു. ഇതെല്ലാം സന്ധ്യയോടുകൂടിയാണ് നമ്മൾ അന്വേഷിച്ച് കണ്ണൂരിൽ നിന്നൊക്കെ പലരെയും വിളിക്കുകയൊക്കെയാണ് ഇവന്റെ ഫോട്ടോയും ഡീറ്റെയിലും എല്ലാം സംഘടിപ്പിച്ചത്. അങ്ങനെ വന്നുകൊണ്ട് വിജീഷെ, ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് നിന്നെ തിരിച്ചറിയാൻ പറ്റി വിജീഷെ. അതുപോലെ നീ എത്ര തിരിഞ്ഞാലും, നീ ഗൂഗിളിന്റെ അകത്ത് തിരഞ്ഞാൽ പോലും നിന്റെ പിതാവ് ആരാന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് പേരുള്ളപ്പോഴത്തേന് നിനക്ക് നിന്റെ പിതാവിനെ പോലും നിനക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇനിയും നീ ഇതുപോലെ ഒരു അവസരത്തിൽ ഇതുപോലെ ഇനിയും നിന്റെ വായിന്ന് ഇതുപോലെ ഒരു പ്രതികരണം ഉണ്ടായെങ്കിൽ പിന്നെ നീ ഭൂമി കാണത്തില്ല കേട്ടോ വിജീഷെ. ഈ ശിവഗിരി മഠത്തിലേക്ക് വിളിച്ച വിജീഷ് ഇതിനു മുമ്പും ഗുരുദേവന്റെ ഫോട്ടോയെ നോക്കി ഇതുപോലെ തന്നെ ഒരു ആക്ഷേപം നടത്തി അതൊരു വാർത്തയാണ്, അവന്റെ വലിയൊരു കേസുള്ളതാണ്. ഇപ്പൊ നിലവില് 1-2 പേരല്ല ഈ ഒരു വിഷയത്തിൽ സ്വയമേധ കേസ് കൊടുത്തിട്ടുണ്ട്. ശിവഗിരി മഠത്തിലെ സന്യാസി സമൂഹം മുഴുവൻ അതുപോലെ തിരക്കിലാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ശ്രീനാരായണ ഗുരുദേവൻ ആലുവയിൽ നടത്തിയ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ തിരക്കിലാണ് സ്വാമിമാരെല്ലാം. അവരെല്ലാം വിദേശത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ 28-ാം തീയതിയൊക്കെയാണ് യാത്ര തുടങ്ങുന്നത്. അതുപോലെയുള്ള തിരക്ക് നിൽക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ശിവഗിരിമഠത്തിലെ സന്യാസിമാരെ മുഴുവൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നതും യാത്രാ കാര്യത്തിനും എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മനാണ്. ചാണ്ടിയുമ്മൻ ഇപ്പൊ സ്ഥലത്തിലെന്നുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇതിനു മുമ്പും ഈ സന്യാസി ശ്രേഷ്ഠന്മാരുടെ കൂടെ പല പല കാര്യത്തിനും അദ്ദേഹം ഇതിനു വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്.
അപ്പൊ അദ്ദേഹമാണ് ഇതിന്റെ അവിടുത്തെ ചടങ്ങുകളെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നതിന്റെ ചുമതലയെല്ലാം ചാണ്ടിയുമ്മനാണ്. നിങ്ങൾ പത്രത്തിൽ വാർത്തയെല്ലാം വായിച്ചല്ലോ. അങ്ങനെ ഒരു സമയത്താണ് ഇതുപോലെ ഒരു സംഭവം ശിവഗിരി മഠത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ അത് നിയമപരമായിട്ട് പോലീസ് അധികാരികളുടെ ശ്രദ്ധയ്ക്ക് അത് നിയമപരമായി തന്നെ അതിനെ നേരിടുക, അല്ലെങ്കിൽ ഇത് പിന്നീട് വലിയൊരു ഭവിഷ്യത്തിലേക്ക് മാറും. അവനെ കൈ കിട്ടിയാൽ ആരും വെച്ചേക്കത്തില്ല, ചതയ്ക്കത്തേ ഉള്ളൂ.